ഹലോ കൂട്ടുകാരെ, പ്രശസ്ത എഴുത്തുകാരൻ ടെറി പ്രാച്ചറ്റിന്റെ പുസ്തകത്തെ ആസ്പദമാക്കി പുറത്തിറക്കിയ ദ അമേസിംഗ് മോറിസ് എന്ന സിനിമയുടെ കഥ കേൾക്കാം. സ്റ്റാർട്ടിംഗ് സീനിൽ തന്നെ മിസ്റ്റർ ബൺസിയുടെ അഡ്വഞ്ചേഴ്സ് അടങ്ങിയിട്ടുള്ള ഒരു പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന പെൺകുട്ടിയാണ് നമ്മൾ കാണുന്നത്. ഇത് കഥയല്ല, ശരിക്കും ജീവിതമാണെന്ന് അവൾ നമ്മളോട് പറയുന്നുണ്ട്. ഈ കഥ പോലെ നടക്കുന്ന ജീവിതങ്ങളെ കുറിച്ച് നിങ്ങൾക്കറിയാമോ എന്നും അവൾ നമ്മൾ പ്രേക്ഷകരോട് ചോദിക്കുകയാണ്. ഈ സമയത്ത് ഇവിടെ തൊട്ടടുത്തായിട്ടുള്ള ഒരു ഗ്രാമത്തിൽ സംസാരിക്കുന്ന ഒരു പൂച്ച വന്ന് നാട്ടുകാരോട് പറയുകയാണ്, നിങ്ങളുടെ നാട്ടിൽ എലികളെ കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റുന്നില്ലേ? കഴിക്കാൻ ഭക്ഷണമില്ലേ? എങ്കിൽ ഈ എലികളെ നമുക്ക് എല്ലാവർക്കും ചേർന്ന് ഓടിപ്പിക്കാമെന്ന്. എന്നാൽ എലികൾ ഇപ്പൊ അടുത്താണ് വന്നതെന്ന് ആ ഗ്രാമവാസികൾ പറയുമ്പോൾ, എന്നാൽ ഈ എലികളെ കൊണ്ട് നിങ്ങൾക്ക് പ്ലാഗ് വരുമെന്നാണ് സംസാരിക്കുന്ന പൂച്ചയായിട്ടുള്ള മൗറിസ് പറയുന്നത്. ഓ, നീയൊരു പൂച്ചയല്ലേ, നിനക്ക് എലികളെ ഓടിക്കാൻ സാധിക്കുമല്ലോ എന്ന് ഗ്രാമവാസികൾ ചോദിച്ചപ്പോ, അത് ഞാനല്ല ചെയ്യുന്നത്, ഒരു പൈഡ് പൈപ്പർ ഉണ്ടെന്ന് പറഞ്ഞപ്പോ ഒരു പയ്യൻ ആ ഗ്രാമത്തിലൂടെ ഒരു ഫ്ലൂട്ടും വായിച്ച് പീ 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 എന്ന് പറഞ്ഞ് നടക്കുന്നു. അതിനു പിറകെയായിട്ട് അവിടെ ഉണ്ടായിരുന്ന എല്ലാ എലികളും കൂടെ പോയിട്ട് അവിടെ ഉണ്ടായിരുന്ന ഒരു തോട്ടിലേക്ക് വീഴുകയാണ്. ഇത് കണ്ട് എന്തോ അത്ഭുതം കണ്ട പോലെ ഗ്രാമവാസികൾ എല്ലാവരും കൈകൊട്ടുന്നു. ശരിക്കും അവിടെ നടന്നത് ഒരു ഡ്രാമയായിരുന്നു. അതായത് ഈ എലികളും അവിടെ പൈപ്പ് വായിക്കാൻ വന്ന ആ പയ്യനും ഈ പൂച്ചയും എല്ലാം ഒരു ടീമാണ്. അങ്ങനെ എലികളെ കൊണ്ടുപോയിട്ട് ഒരു ഗ്രാമത്തിൽ അത്തരത്തിൽ നാശങ്ങൾ ഉണ്ടാക്കി അവിടെ നിന്ന് ഈ പയ്യനെ കൊണ്ടുപോയിട്ട് ആ എലികളെ തിരിച്ചടിപ്പിക്കുന്ന അത്തരത്തിലെ ഒരു ഡ്രാമ. ഇത് കാരണം കൊണ്ട് തന്നെ ഇവർക്ക് ഒരുപാട് പൈസയൊക്കെ കിട്ടും. എന്നാൽ ഇനി അങ്ങോട്ട് ഞങ്ങൾ ഇതുപോലെ നാട്ടുകാരെ ചതിക്കാനില്ല, ഞങ്ങൾക്ക് മനുഷ്യന്മാരോടൊത്ത് ഒന്നിച്ച് ജീവിക്കാനാണ് ഇഷ്ടമെന്ന് ആ എലിക്കൂട്ടത്തിന്റെ മൂപ്പനായിട്ടുള്ള ഡേഞ്ചറസ് ബീൻസ് പറയുമ്പോൾ മോറിസ് ആണെങ്കിൽ, നിങ്ങൾക്കറിയില്ലേ, മനുഷ്യന്മാരും മൃഗങ്ങളും എല്ലാം ഒന്നിച്ച് ജീവിക്കുന്ന, എല്ലാ മൃഗങ്ങളും സംസാരിക്കുന്ന ആ ഒരു ഐലൻഡിനെ കുറിച്ച് നമുക്ക് അവിടേക്ക് പോകണമെങ്കിൽ ബോട്ടിന്റെ സഹായം വേണം. ബോട്ട് വിളിക്കണമെങ്കിൽ പൈസ വേണ്ടേ? അതിനു വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെ നാട്ടുകാരെ പറ്റിക്കുന്നേ? നിങ്ങൾ വേണമെങ്കിൽ വന്നാ മതി, അങ്ങനെയെങ്കിൽ മാത്രമേ ഐലൻഡിലേക്ക് നിങ്ങളെ കൊണ്ടുപോകൂ എന്ന് പറഞ്ഞ മൗറിസ് പോകുമ്പോ പിറകെ ആയിട്ട് ആ പയ്യൻ കീത്തും കൂടെ പോവുകയാണ്. എന്നാൽ ഒരു ഗ്രാമം കൂടി എന്നും പറഞ്ഞ എലികളും കൂടെ പോകുന്നു. ഇവിടെയാണെങ്കിൽ ഈ പെൺകുട്ടി പിന്നെയും പുസ്തകം വായിച്ചുകൊണ്ട് കഥകളെല്ലാം തന്നെ കഥകളായി കാണാതെ നമ്മുടെ ജീവിതത്തിലും അങ്ങനെ കൊണ്ടുവരണമെന്ന് പറയുന്നു. ഇപ്പോ മിസ്റ്റർ ബൺസി എന്ന് പറയുന്ന ആ മുയൽക്കുട്ടനെ കാണാതായി എന്നുള്ള ലൈനാണ് അവൾ ആ പുസ്തകത്തിൽ നിന്ന് വായിക്കുന്നത്. ഇതേ സമയത്ത് മിനാഹ പട്ടണത്തിന്റെ മേയർ അവിടെയുള്ള എലിപിടുത്തക്കാരെ വിളിച്ചുകൊണ്ട് വന്ന്, നിങ്ങൾ എലിയെ പിടിക്കുന്നു എന്ന് പറഞ്ഞ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങുന്നു, പക്ഷെ ഇവിടെയുള്ള എല്ലാവരുടെയും വീടുകളിൽ നിന്ന് ഭക്ഷണങ്ങൾ ഇപ്പോഴും കാണാതായി പോവുകയാണ്. ഈ എലി എന്താ ഇങ്ങനെ ഭക്ഷണം മാത്രം എടുത്തോണ്ട് പോകുന്നത്? ഇത് കേട്ട് അവര് രണ്ടുപേരും ഞങ്ങളുടെ ബോസിനോട് ചോദിക്കൂ എന്ന് പറയുമ്പോഴാണ് ഒരു തൊപ്പിക്കാരൻ ബോസ് അവിടേക്ക് വരുന്നത്. അവനെ കണ്ട് പേടിച്ച് നമ്മുടെ മേയർ, ഇല്ല, നിങ്ങൾ ഈ പൈസ എടുത്തോണ്ട് പോയിക്കോ എന്ന് പറഞ്ഞപ്പോ ആ ശിങ്കിടികൾ ആ പൈസയും എടുത്തോണ്ട് ബോസിന്റെ പിറകെ നടക്കുകയാണ്. ഈ ഒരു സ്ഥലത്തേക്കാണ് ഇപ്പൊ നമ്മുടെ മോറിസും കൂട്ടരും കൂടി വന്നിട്ടുള്ളത്. ഈ എലിപ്പട താഴെ കൂടെ, അതായത് സീവേജ് റോഡിലൂടെ പോയിട്ട് അവർ ഒരുപാട് പേരുണ്ടല്ലോ, അതുകൊണ്ട് തന്നെ ഈ പട്ടണം കണ്ടാലേ നമുക്കറിയാം ഇത് കുറച്ച് ഭയാനകമായിട്ടുള്ള പട്ടണമാണ്. അതുകൊണ്ട് നമുക്ക് രണ്ട് ഗ്രൂപ്പുകളായി തിരിഞ്ഞിട്ട് വേണം ഇവിടെ ആക്രമണം നടത്താനായിട്ടെന്ന് പറയുകയാണ്. ഇത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതിലെ സ്ക്വാഡ് ലീഡർ ആയിട്ടുള്ള നൗറിഷിംഗ് ആണ്. അപ്പോ ആദ്യത്തെ ടീം ട്രാപ്പുകൾ കണ്ടുപിടിക്കണം, രണ്ടാമത്തെ ടീം ഭക്ഷണങ്ങൾ എടുത്ത് കഴിക്കണം. എന്നാൽ ആദ്യത്തെ ടീമിന് ഭക്ഷണമൊന്നും കിട്ടില്ലല്ലോ എന്ന് കൂട്ടത്തിലെ ഒരു എലി ചോദിച്ചപ്പോൾ അവര് ആരോഗ്യവാന്മാരാണെന്നാണ് നൗറിഷിംഗ് ഇവർക്ക് മറുപടി കൊടുക്കുന്നത്. ഈ പട്ടണത്തിന്റെ എൻട്രൻസ് വഴി ഇപ്പൊ അകത്തോട്ട് കടന്നിരിക്കുകയാണ് മോറിസും കീത്തും. അവിടെയാണെങ്കിൽ ഒരു എലിയെ കൊന്നു കഴിഞ്ഞാൽ $50 കിട്ടും എന്നൊക്കെ എഴുതി വെച്ചത് കണ്ട്, ഓ, ഇന്ന് എന്തായാലും ഇവിടെ വന്ന് നമ്മൾ പൊടിക്കും, വിശന്നിട്ട് വയ്യ, ഏതെങ്കിലും കടയുണ്ടോ എന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞപ്പോ ഇവിടെ കടകളിൽ പോലും ഒന്നും തന്നെ കഴിക്കാനായിട്ടുണ്ടായിരുന്നില്ല. എന്തെങ്കിലും ഭക്ഷിക്കാൻ വേണ്ടി ഇവർ ഒരു വീടിന്റെ അടുക്കളയിലേക്ക് കയറുകയാണ്. അവിടെയാണ് ഈ കഥ വായിച്ചുകൊണ്ടിരുന്ന പെൺകുട്ടി വന്നു കയറുന്നത്. അവളുടെ പേര് മലീസ എന്നാണെന്ന് അവൾ പരിചയപ്പെടുത്തി കൊടുത്തു. അവൾക്ക് ഈ കഥകളൊക്കെ വായിച്ചിരിക്കുന്നത് കൊണ്ട് തന്നെ ഈ ലോകം മുഴുവൻ ഒരു കഥയാണെന്നാണ് അവൾ ചിന്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവരുടെ കാര്യമൊക്കെ മനസ്സിലായ മലീസ ഇവരോട് ചോദിച്ചു, അല്ല, നിങ്ങളും ഒരു കഥാകാരനല്ലേ? അല്ലെങ്കിൽ ഈ സംസാരിക്കുന്ന പൂച്ചയൊക്കെ ഫെയറി ടെയിലിലല്ലേ കാണുകയുള്ളൂ? അപ്പോഴാണ് ഇവരുടെ കൂട്ടത്തിലുണ്ടായിരുന്ന സാർഡിൻസ് എന്ന എലി അവിടേക്ക് വരുന്നത്. ഡാൻസ് കളിക്കുന്ന എലി. ഇപ്പോഴാണ് എനിക്ക് കാര്യം മനസ്സിലായത്, നിങ്ങളൊക്കെ ഒരു ടീമല്ലേ? ഈ എലിയെ പോലെ ഒരുപാട് പേര് നിങ്ങളുടെ കയ്യിലുണ്ട്. നിങ്ങളെ ഈ എലികളെ വിട്ട് ഗ്രാമങ്ങൾ ആക്രമിപ്പിക്കും, എന്നിട്ട് നിങ്ങൾ അവിടെ പോയി ഈ എലികളെ ഓടിക്കുന്ന പോലെ ആക്ട് ചെയ്യും. അങ്ങനെ അവിടെ നിന്ന് ഒരുപാട് പൈസ ഉണ്ടാക്കും. അല്ല, അതൊക്കെ പോട്ടെ, ഈ എലികൾക്ക് എങ്ങനെയാണ് സംസാരിക്കാൻ പറ്റിയതെന്ന് ആ കുട്ടി ചോദിച്ചപ്പോൾ ഇവര് പറഞ്ഞു, അത് ജന്മനാ ഞങ്ങൾക്ക് ദൈവം തന്ന കഴിവാണ്. ഞങ്ങളൊരു മാന്ത്രികന്റെ അവശിഷ്ടങ്ങളെല്ലാം കഴിച്ചിരുന്നു എന്നിവര് പറയുകയാണ്. അവരവിടെ കഴിച്ചിരുന്ന ആ സാധനങ്ങളുടെ പേരാണ് ഈ എലികൾക്കുള്ളതെന്നും പറയുന്നു. എന്നാൽ നമ്മുടെ മോറിസിന് എങ്ങനെയാ സംസാരിക്കാൻ
സംസാരിക്കാൻ പറ്റുന്നതെന്ന് അവന് പോലും അറിയുന്നുണ്ടായിരുന്നില്ല. ഈ നാട്ടിലുള്ള എലിപിടുത്തക്കാർക്ക് എന്തോ നിഗൂഢതയുണ്ടെന്നും പറഞ്ഞ് മലീസ അങ്ങനെ ഇവരെയും വിളിച്ചുകൊണ്ട് നേരെ പുറത്തോട്ട് കടക്കുകയാണ്. ഈ സമയം ഈ ശിങ്കിടികളാണെങ്കിൽ അവരുടെ ബോസിന് അടുക്കലേക്ക് വന്നിട്ട്, അല്ല, ഈ ഗ്രാമവാസികൾ പുതുതായിട്ട് എലികളെ പിടിക്കുന്ന ആൾക്കാരെ ഏൽപ്പിച്ചാലോ എന്ന് ചോദിക്കുമ്പോൾ ഇവിടെയുള്ള എലികളെ മുഴുവനായിട്ട് നിങ്ങൾ പിടിക്കുമെന്ന് ബോസ്മാൻ പറയുകയാണ്. ഇപ്പോൾ സീവേജിലൂടെ പോയിക്കൊണ്ടിരിക്കുന്ന നൗറിഷും പീച്ചസും ആണെങ്കിൽ ഒരു എലി ട്രാപ്പിനകത്ത് കിടക്കുന്ന ചീസ് കഷ്ണം കാണുന്നുണ്ട്. ഓ, അതെടുക്കാനായിട്ട് ഒരു വഴിയുണ്ട്. ഇവരുടെ കൂട്ടത്തിൽ ഒരു റോബോട്ടിക് എലിയുണ്ട്, ക്ലിങ്കി. അങ്ങനെ ആ ക്ലിങ്കിയെ കൊണ്ട് നമ്മുടെ നൗറിഷ് ആ ചീസ് പീസ് എടുപ്പിക്കാൻ നോക്കിയിട്ട് അവസാനം നമ്മുടെ നൗറിഷ് തന്നെ അതിനകത്ത് പെട്ടുപോകുന്നുണ്ട്. ഈ ഒരു ട്രാപ്പ് മാത്രമല്ലായിരുന്നു, അവിടെ ഒരുപാട് ട്രാപ്പുകൾ അന്നേരം നമ്മുടെ ഡേഞ്ചറസ് ബീൻസ് എന്ന ഇവരുടെ നേതാവ് കണ്ടെത്തുകയാണ്. ഈ മനുഷ്യന്മാർക്ക് എന്തോ അറിയാം. ഈ സമയത്ത് ആ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന കാര്യം, ഒരു പാമ്പൻ ചേട്ടൻ മിസ്റ്റർ ബൺസിയെ ഡാർക്ക് വുഡ്സ് എന്ന കാട്ടിലേക്ക് വഴി തെറ്റിച്ചു വിട്ടു എന്നാണ്. ഈ മിസ്റ്ററിയൊക്കെ ക്ലിയർ ചെയ്യണം. ഈ ലോകം മുഴുവൻ നിഗൂഢത നിറഞ്ഞതാണെന്നും പറഞ്ഞ് മലീസ നമ്മുടെ മൗറിസിന്റെയും കീത്തിന്റെയും കൂടെ ഈ രണ്ട് എലിപിടുത്തക്കാരായിട്ടുള്ള ആൾക്കാരുടെ നിഗൂഢത കണ്ടുപിടിക്കാനായിട്ട് അവരുടെ വീട്ടിലേക്ക് വന്ന് കയറുകയാണ്. അവളുടെ കയ്യിൽ ഒരു ഹെയർപിൻ മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഈ കഥകളിൽ മാത്രമേ ഈ ഹെയർപിൻ ഒക്കെ വെച്ചിട്ട് ഡോർ തുറക്കാൻ പറ്റൂ എന്ന് മൗറിസ് നമ്മുടെ മലീസയെ പറഞ്ഞ് കളിയാക്കിക്കൊണ്ടിരിക്കുന്നു. നീ കണ്ടോടാ പൂച്ചെ, ഞാൻ ഇപ്പോ ഇത് തുറന്നു തരാമെന്ന് മലീസ പറഞ്ഞു കഴിയുന്നതിന് മുൻപേ അവൾ ഈ ഡോർ തുറന്നിട്ടുണ്ടായിരുന്നു. അപ്പോഴാണ് മലീസ എലിപിടുത്തക്കാരുടെ വീട്ടിന്റെ ചുവരിൽ എങ്ങനെയാണ് എലിയുടെ ഓട്ടയുണ്ടാവുക എന്ന് പറഞ്ഞിട്ട് അവിടെ ചുവരിലായിട്ടുണ്ടായിരുന്ന ഓട്ട ചെക്ക് ചെയ്ത് അതിലെന്തോ പിടിച്ച് വലിച്ചപ്പോഴാണ് തറയിൽ ഒരു ദ്വാരം വന്ന് അതിനിടയിലൂടെ നമ്മുടെ കീത്ത് താഴേക്ക് വീണത്. ഞാൻ പറഞ്ഞില്ലേ ഇവിടെ സീക്രട്ട് പാസേജ് ഉണ്ടാകുമെന്ന്. അങ്ങനെ ഇവര് അതിന്റെ താഴേക്കെത്തി. അപ്പോഴേ അപ്പുറത്ത് ഒരു റൂം കാണുന്നു. അതിനകത്ത് പോയി നോക്കുമ്പോ ഈ ആൾക്കാരുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ സകല ഭക്ഷണ സാധനങ്ങളും അവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ കണ്ടില്ലേ, അവന്മാർക്ക് എന്തോ ഒരു നിഗൂഢതയുണ്ട്, ഞാൻ പറഞ്ഞില്ലായിരുന്നു. അപ്പോഴാണ് പീച്ചസ് അവിടേക്ക് ഓടി വന്ന്, ദേ, ഈ നാട്ടുകാർക്ക് എന്തോ കാര്യമായിട്ട് പ്രശ്നമുണ്ട്. അവര് സീവേജിന് അടിയിൽ പോയിട്ട് എലിക്കണി വെച്ചിരിക്കുന്നു. അതിൽ നമ്മുടെ നൗറിഷ് പെട്ടുപോയിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ കെണിയടക്കം ഇപ്പൊ എലിക്കുട്ടന്മാരെ ഇവിടേക്ക് എടുത്തോണ്ട് വന്നിരിക്കുകയാണ്. നമ്മുടെ മലീസ അവരെ രക്ഷിച്ചു. ആ സമയത്ത് ക്ലിങ്കിയെ നമ്മുടെ മലീസ എനിക്ക് വേണമെന്നും പറഞ്ഞ് എടുത്തു വെക്കുന്നുണ്ട്. അപ്പോഴായിരുന്നു ഈ രണ്ട് ശിങ്കിടികളും അവിടേക്ക് കയറി വന്നത്. എന്നിട്ട് ഞങ്ങൾക്കറിയാമായിരുന്നു ഇവിടെ മറ്റാരൊക്കെയോ വന്നിട്ടുണ്ടെന്ന്. ഇപ്പൊ ഞങ്ങൾ കണ്ടുപിടിച്ചല്ലോ എന്ന് പറഞ്ഞപ്പോ മോറിസ് പറഞ്ഞു, ഞാൻ എലിയല്ല, പൂച്ചയാണ്, എനിക്ക് മാന്താൻ സാധിക്കുമെന്നും പറഞ്ഞ അവന്മാരെ മാന്തി. പക്ഷെ അവിടെ നിൽക്കുന്നത് അത്ര പന്തിയായിട്ടുള്ള കാര്യമല്ല എന്നും പറഞ്ഞ് മോറിസ് അവിടെ നിന്ന് രക്ഷപ്പെടുകയും ചെയ്തു. സാർഡിൻസിനെ ആണെങ്കിൽ ഈ കള്ളന്മാരെ എടുത്ത് കയ്യിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ബാക്കി എല്ലാവരെയും ഇവിടെ ലോക്കാക്കി വെച്ചു. അവിടെ നിന്ന് രക്ഷപ്പെട്ട നമ്മുടെ മൗറിസ് അങ്ങനെ എലിക്കുട്ടന്മാരെ രക്ഷിക്കാനായിട്ട് വന്നിരിക്കുകയാണ്. നിങ്ങൾക്കറിയാമോ, ആ കള്ളന്മാര് സാർഡീനെ മിക്കവാറും കൊണ്ടുപോയിട്ടുണ്ടാവുക ഡോഗ് പിറ്റിൽ ഇടാനായിരിക്കും. അങ്ങനെ ഡോഗ് പിറ്റിൽ ഇട്ട് കഴിഞ്ഞാൽ ഒരു നായ വന്ന് ആ എലിയെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കും. അങ്ങനെ ഒരു കഥയൊക്കെ ഉണ്ടെന്ന് നമ്മുടെ മോറിസ് ഈ എലിക്കുട്ടന്മാരെ പറഞ്ഞ് പേടിപ്പിക്കുവാണ്. അവന്മാരാണെങ്കിൽ ഞങ്ങളെ ഒന്ന് പുറത്തുവിട്, അവനെ ഞങ്ങൾ രക്ഷിക്കാമെന്നും പറയുന്നുണ്ട്. ഇതേ സമയത്ത് നമ്മുടെ മലീസയും കീത്തിനെയും ആണെങ്കിൽ ഈ കള്ളന്മാര് ഈ അണ്ടർഗ്രൗണ്ടിൽ തന്നെ പിടിച്ച് കെട്ടിയിട്ടിരിക്കുകയാണ്. മലീസയുടെ സംസാരം കേട്ട് കീത്തിന് പ്രാന്തെടുക്കുന്നുണ്ട്. എലിക്കുട്ടന്മാര് പുറത്തേക്ക് ഇറങ്ങി നമ്മുടെ കീത്തിനെയും മലീസയും സാർഡിൻസിനെയും രക്ഷിക്കാനായി പോകുന്നു. മലീസയാണെങ്കിൽ എല്ലാ കഥകളിലെ നായകന്മാർക്കും ഒളിഞ്ഞു കിടക്കുന്ന ക്ലൈമാക്സിൽ പുറത്തു വരുന്ന ഒരു ചെറിയ പവർ ഉണ്ടായിരിക്കും, നിനക്കും അതുണ്ടെന്ന് പറയുമ്പോൾ ഈ ലോകം നീ വായിക്കുന്ന കഥകളല്ല എന്ന് കീത്ത് നമ്മുടെ മലീസയെ വഴക്ക് പറയുകയാണ്. അപ്പോഴാണ് നമ്മുടെ എലിക്കുട്ടന്മാര് ഇവിടേക്ക് വരുന്നത്. എന്നിട്ട് ഇവരെ രക്ഷിച്ചു. എന്നാൽ നമ്മുടെ മലീസയാണെങ്കിൽ ഇതിപ്പോ ഞാൻ വായിക്കുന്ന കഥ പോലെ മിസ്റ്റർ ബൺസിയുടെ സ്റ്റോറി പോലെ ആയി വരുന്നുണ്ടെന്ന് പറയുമ്പോഴാണ് ഇതുവരെ മൗറിസ് ഇവരോട് പറഞ്ഞിരുന്ന ആ കഥ പുസ്തകത്തിൽ എഴുതപ്പെട്ടതാണ്, ഇവൻ അവരെ ചതിക്കുകയാണെന്ന് നമ്മുടെ പീച്ചസിന് മനസ്സിലാവുന്നത്. ഇതൊക്കെ തന്നെ പണം തട്ടാനായിട്ട് മൗറിസ് ഇറക്കിയ ഒരു പണിയായിരുന്നു. അങ്ങനെ പീച്ചസ് അവിടെ നിന്ന് സങ്കടപ്പെട്ട് സീവേജിലേക്ക് ഓടിപ്പോയപ്പോ അതിന്റെ പിന്നാലെ ഡേഞ്ചറസ് ബീൻസും പോകുന്നുണ്ട്. ഈ പട്ടണം നമുക്ക് പരിചയമില്ലാത്തതാ പീച്ചസ്, നീ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞു. പക്ഷെ അവൾ ഒരു അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നു. ഇവിടെയാണെങ്കിൽ എലികളെ പിടിക്കാൻ വന്ന കള്ളന്മാരുടെ നിഗൂഢത അറിയാൻ വേണ്ടി മലീസയും കീത്തും മൗറിസും കൂടി അവരുടെ അടുത്ത് പോയി, നിങ്ങൾ ഇപ്പൊ കുടിച്ച ചായയിൽ വയറിളക്കാനുള്ള മരുന്നുണ്ടായിരുന്നു, നിങ്ങളുടെ ബോസിനെ കുറിച്ച് പറയാനുള്ളതൊക്കെ പറഞ്ഞതായി എന്ന് പറയുമ്പോൾ ആ ബോസിനെ ഞങ്ങൾ ഇതുവരെ നേരിട്ട് കണ്ടിട്ടില്ല, അദ്ദേഹം ഞങ്ങളെ മയക്കിയെടുത്താണ് ഇതൊക്കെ ചെയ്യിപ്പിക്കുന്നതെന്ന് പറഞ്ഞത് കേട്ട് നമ്മുടെ മോറിസ് പറയുന്നുണ്ട്, ചിലപ്പോ നിങ്ങളുടെ ബോസ് റാറ്റ് കിങ് ആയിരിക്കും, നമുക്ക് പറയാൻ പറ്റില്ല. റാറ്റ് കിങ്ങിന് മാത്രമാണ് മറ്റുള്ളവരെ ഇങ്ങനെ ഹിപ്നോട്ടൈസ് ചെയ്ത് കൂടെ കൊണ്ടു നടക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പോഴേക്ക് വയറ്റിൽ നിന്ന് പോവാനായി കള്ളന്മാരാണെങ്കിൽ ഇതൊക്കെ ഞങ്ങൾക്കറിയൂ, ഞങ്ങൾ ഇനി അയാളെ സഹായിക്കുകയില്ല എന്നും പറഞ്ഞ് പെട്ടെന്ന് തന്നെ ടോയ്ലറ്റിലേക്ക് ഓടി പോവുകയാണ്. ഇതെല്ലാം കേട്ട് മോറിസ് ആണെങ്കിൽ അപ്പൊ തന്നെ ഇവിടെ നിന്ന് പുറത്തേക്ക് ഓടി
ഓടിയിട്ടുണ്ടായിരുന്നു. ഈ റാറ്റ് കിങ്ങിന്റെ ദേഹത്ത് മുഴുവനായിട്ട് എലികളായിരിക്കും. അപ്പൊ ആ എലികളെ കൂട്ടുപിടിക്കാനായിട്ട് ശരിക്കുമുള്ള പൈഡ് പൈപ്പറിന്റെ പൈപ്പ് ആവശ്യമാണ്. അതിനുവേണ്ടി ഡാർക്ക് വുഡ്സിലേക്ക് പോകാനായിട്ട് മലീസ നമ്മുടെ കീത്തിനെ കൂടി ക്ഷണിക്കുകയാണ്. ഇതൊക്കെ കണ്ടുകൊണ്ട് മൗറിസ് അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓ, എന്റെ കയ്യിൽ ഇപ്പൊ പൈസയൊക്കെ കിട്ടിയല്ലോ, ആ മണ്ടനെലികൾ മാത്രമല്ലേ ആ പട്ടണത്തിലുള്ളൂ, അവർ എന്താണെന്ന് വെച്ചാൽ ചെയ്യട്ടെ എന്നും പറഞ്ഞ് മൗറിസ് ഈ പൈസയും എടുത്തുകൊണ്ട് ദൂരേക്ക് പോവുകയാണ്. ഇവിടെ നമ്മുടെ മലീസ പിന്നെയും കഥ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് അന്ന് ആ മിസ്റ്റർ ബൺസിയെ രക്ഷിക്കാനായിട്ട് അന്ന് എലിക്കുട്ടനാണ് പോയിരുന്നത്. അതുപോലെ നമുക്ക് ആ എലികളെ സഹായിക്കാനായിട്ട് പൈപ്പറിന്റെ ഈ പൈപ്പ് ആവശ്യമാണ്. അവൾ നമ്മുടെ കീത്തിനോട് പറയുകയാണ്. ഈ സമയത്ത് നമ്മുടെ എലിക്കുട്ടന്മാരാണെങ്കിൽ സാർഡിൻസിനെ കണ്ടുപിടിക്കാൻ പോയിട്ട് ഡോഗ് പിറ്റ് കണ്ടെത്തുന്നുണ്ട്. അവിടെ നടക്കുന്നത് നേരത്തെ മോറിസ് പറഞ്ഞ അതേ കാര്യമായിരുന്നു. ഒരു ഡോഗിനെയും കുറച്ച് എലികളെയും ചേർത്ത് ഒരു സ്ഥലത്തേക്ക് ഇറക്കി വിടും. എന്നിട്ട് ഈ എലികളെ ആക്രമിപ്പിക്കും. അപ്പോഴാണ് സാർഡിൻസിനെ കൊണ്ടുവന്ന ഒരാള് ഈ പിറ്റിലേക്ക് നമ്മുടെ സാർഡിൻസിനെ ഇടുന്നത്. അവനാണെങ്കിൽ തൊപ്പിയും കയ്യിലൊരു വടിയൊക്കെ ഉണ്ടല്ലോ. ഇത് കണ്ട എല്ലാവരും അവനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ ഒരു ചൊക്ലി പട്ടിയും കൂടെ ഇവർ അവിടേക്ക് ഇറക്കി വിട്ടു. നമ്മുടെ സാർഡിൻസ് ആണെങ്കിൽ അവന്റെ കയ്യിലുള്ള ട്രിക്കും കാര്യങ്ങളൊക്കെ വെച്ച് ആ ചൊക്ലി പട്ടിയിൽ നിന്ന് രക്ഷപ്പെടാനായിട്ടൊക്കെ നോക്കുന്നുണ്ടായിരുന്നു. ഇതൊക്കെ കണ്ടുകൊണ്ട് നമ്മുടെ നൗറിഷും പീച്ചസും ഒക്കെ മുകളിൽ നിൽക്കുന്നുണ്ട്. നൗറിഷിനെ ഒരു കയറിൽ കെട്ടി താഴെ ഇറക്കാൻ പറഞ്ഞപ്പോ ഈ കയറ് കെട്ടാനായിട്ട് അവർ മറന്നു. അവസാനം നൗറിഷും ഈ പിറ്റിലേക്ക് വീണു. ബാക്കിയുള്ളവർ ചേർന്ന് സാർഡിൻസിനെ രക്ഷിച്ചു. എന്നാൽ നൗറിഷ് ആണെങ്കിൽ ഈ ചൊക്ലിപ്പട്ടിയോട് ഞാൻ വരും ഒരു എലിയാണെന്ന് നീ കരുതണ്ട, എനിക്ക് അപാര ശക്തിയാണെന്നും പറഞ്ഞ് അതിനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കാനായിട്ട് ആരംഭിച്ചു. എന്നിട്ട് ഈ പിറ്റിൽ നിന്ന് ചാടി ഇറങ്ങി പുറത്തേക്ക് ഒരു ഒറ്റയോട്ടമായിരുന്നു. എങ്ങനെയൊക്കെയോ അവൻ മുകളിലേക്ക് കയറുമ്പോഴേക്ക് മറ്റേ പട്ടി അവിടേക്ക് വന്നു. എന്തോ സാധനം അതിന്റെ തലയിലേക്ക് തട്ടിയിട്ട് എലിക്കുട്ടന്മാരെല്ലാവരും തന്നെ അവിടെ നിന്ന് ഒറ്റയോട്ടത്തിന് കഴിച്ചിലായി. ഇനി അറിയേണ്ടത് ഈ റാറ്റ് കിങ്ങിന്റെ കാര്യമാണ്. എന്തായാലും നമുക്ക് എത്രയും പെട്ടെന്ന് ഈ പട്ടണത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങണം. ഈ സമയത്ത് ഡാർക്ക് വുഡ്സിലൂടെ നടന്നുകൊണ്ടിരിക്കുന്ന മലീസ കീത്തിനോട് എല്ലാ ഫെയറി ടെയിൽസിലും അവസാനം ഈ രാജാവിന് രാജ്ഞിയോട് അല്ലെങ്കിൽ നായികയോട് ഒരു സ്നേഹം തോന്നും. അപ്പോ ഈ കഥയിലെ നീ ആയിട്ടുള്ള രാജാവിന് ആരോടാ ഇഷ്ടം തോന്നുന്നത്? പിന്നെ എന്നെ ഒന്നും കയറി പ്രേമിച്ച് കളഞ്ഞേക്കില്ല എന്ന് മലീസ പറയുമ്പോ അതിന് നിന്നെയൊക്കെ ആരാ പ്രേമിക്കാൻ പോകുന്നതെന്ന് കീത്ത് പറഞ്ഞത് കേട്ട് മലീസയ്ക്ക് നല്ല രീതി ദേഷ്യം വന്ന് അവനായിട്ട് ഇടിക്കാനൊക്കെ നോക്കുന്നുണ്ട്. അങ്ങനെ ഡാർക്ക് വുഡ്സിന്റെ നടുക്കെത്തിയപ്പോഴാണ് യഥാർത്ഥ പൈപ്പറിന്റെ വീട് വരെ കാണുന്നത്. ഈ പൈപ്പർ ഇങ്ങനെ പീപ്പി വായിക്കുമ്പോൾ അതിൽ ആകൃഷ്ടയായിട്ട് പല ജീവികളും അവിടേക്ക് വരുന്നു. ആ ജീവികളെ ഗ്രില്ല് ചെയ്ത് കഴിക്കുകയാണ് പൈപ്പർ ചെയ്യുന്നത്. ദേ ഇപ്പൊ ഒരു മൂങ്ങയാണെങ്കിൽ ഒരു ചെറിയ പ്ലംസുമായിട്ട് അവിടേക്ക് വന്നിരിക്കുന്നു. ഇവനെ എങ്ങനെ മെരുക്കിയിട്ട് ആ പൈപ്പ് എടുക്കാനാണെന്ന് നമ്മുടെ കീത്ത മലീസയോട് ചോദിക്കുന്നുണ്ട്. ഒക്കെ നമുക്ക് സാധിക്കുമെന്ന് അവരെ മറുപടി പറയുന്നു. ഈ സമയത്ത് നമ്മുടെ ഡേഞ്ചറസ് ബീൻസ് ആണെങ്കിൽ ഈ ഒരു സീവേജിൽ നിന്ന് ശബ്ദം കേട്ട ആ ഭാഗത്തേക്ക് പോയി ഒരു വലിയ ഹോൾ കാണുന്നുണ്ട്. അവിടെ ഏതോ ജീവി അകപ്പെട്ടിട്ടുണ്ട്. ഈ കഥയിലും ഇത് തന്നെയാണ് നടക്കുന്നത്. നമ്മുടെ മിസ്റ്റർ ബൺസി ഏതോ ട്രാപ്പിൽ അകപ്പെട്ടിരിക്കുന്നു. മുകളിലെത്തിയ നമ്മുടെ ഡേഞ്ചറസ് ബീൻസ് കാണുന്നത് ഒരു വലിയ ആചാനബാഹുവായിട്ടുള്ള മനുഷ്യനെയാണ്. ഈ മനുഷ്യനാണ് ബോസ്മാൻ. അങ്ങനെ ഇയാൾ നമ്മുടെ ഡേഞ്ചറസ് ബീൻസിന്റെ അടുത്തേക്ക് വന്ന് പറയുന്നുണ്ട്, എന്റെ അടുത്ത് ഒരുപാട് എലികളുണ്ട്, പക്ഷെ നിന്നെ പോലെ ആത്മീയതയുള്ള ഒരു എലി പോലുമില്ല. അതുകൊണ്ട് നീയും കൂടെ ഞങ്ങളുടെ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യണം. ഞാനാണ് റാറ്റ് കിങ്. എന്നെ കൊണ്ട് സാധിക്കാത്തതായിട്ട് ഒന്നുമില്ല. ഈ ലോകത്ത് മനുഷ്യന്മാരെ തുരത്തി നമുക്ക് ഈ ലോകത്ത് സുഖമായി ജീവിക്കണമെന്ന് റാറ്റ് കിങ് പറയുമ്പോൾ ഇത് കേട്ട ഡേഞ്ചറസ് ബീൻസ് ആണെങ്കിൽ ഈ ലോകത്ത് മനുഷ്യന്മാരുടെ കൂടെ സന്തോഷത്തോടെ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറയുന്നു. ഇതൊക്കെ കേട്ടുകൊണ്ട് നമ്മുടെ മൗറിസ് അവിടേക്ക് എത്തുകയാണ്. എന്നിട്ട് ഈ ബോസിനെ ഒരു ഒറ്റ മാന്തൽ. ആ തക്കത്തിന് അവരുടെ അടുത്തുണ്ടായിരുന്ന പീച്ചസിനെ രക്ഷപ്പെടുത്തിക്കൊണ്ട് ഡേഞ്ചറസ് ബീൻസിനെയും എടുത്തുകൊണ്ട് നമ്മുടെ മൗറിസ് നേരെ തറയിലേക്ക് ഒരൊറ്റ ചാട്ടമായിരുന്നു. അങ്ങനെ ഇവരെ എല്ലാവരെയും നമ്മുടെ മൗറിസ് രക്ഷിച്ചു. ഇവരൊക്കെ ഇനി സീവേജിലേക്ക് പോയിട്ട് പ്ലാനിങ് ആയിരുന്നു. ഈ സമയത്ത് പൈപ്പറിന്റെ അടുത്തെത്തിയ കീത്താണെങ്കിൽ എങ്ങനെയാണ് ആ പ്രാന്തന്റെ അടുത്തുനിന്ന് ആ പൈപ്പ് ഞാൻ എടുക്കുക എന്ന് ചോദിച്ചപ്പോ മലീസ പമ്മി പോയി എടുത്താൽ മതി എന്ന് പറയുന്നു. കീത്ത് ആ പൈപ്പ് എടുത്ത് കയ്യിൽ വെച്ചതും ഈ പ്രാന്തൻ പൈപ്പറാണെങ്കിൽ ഇവന്റെ തലക്കിട്ട് ഒരൊറ്റയിടി. പിന്നീട് നമ്മുടെ കീത്ത് കണ്ണു തുറന്ന് നോക്കുമ്പോ മലീസയും പൈപ്പറും കൂടെ ഭയങ്കര വാഗ്വാദം. നീ ആ കഥ കേട്ടിട്ടില്ലേ കൊച്ചു പെണ്ണെ? എനിക്കുണ്ടല്ലോ മനുഷ്യന്മാരെയും ഹിപ്നോട്ടൈസ് ചെയ്ത ഇങ്ങനെ ഗ്രില്ല് ചെയ്ത് എടുക്കാൻ പറ്റും. ഞാനിപ്പോ ഈ പൈപ്പ് വായിക്കുവാണെന്ന് പറഞ്ഞ് പൈപ്പ് വായിച്ചപ്പോ നമ്മുടെ മലീസയും കീത്തുമാണെങ്കിൽ അങ്ങേര് പറഞ്ഞ പോലെ തന്നെ ആ തീയിലേക്കാണ് നടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ നമ്മുടെ മലീസയുടെ കയ്യിൽ ക്ലിങ്കി എന്ന ആ കുഞ്ഞു റോബോട്ട് റാറ്റ് ഉണ്ടായിരുന്നല്ലോ, അത് പെട്ടെന്ന് വന്ന് പൈപ്പറിന്റെ മണ്ടയ്ക്ക് ചാടിയതും ആ പൈപ്പ് പറന്നു പോയി കീത്തിന്റെ കയ്യിലിരുന്നു. ഇങ്ങനെയാണെങ്കിൽ നേരെ ആ തീയുടെ കൂട്ടത്തിലേക്ക് വീഴുകയും ചെയ്തു. എന്തായാലും നന്നായി ക്ലിങ്ങി, നല്ല ടൈമിംഗ് ആയിരുന്നു എന്ന് മലീസ പറയുകയാണ്.
ഇനി നമുക്ക് പെട്ടെന്ന് തന്നെ പട്ടണത്തിലേക്ക് പോകണം. ഇവരങ്ങനെ അവിടേക്ക് ഓടിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഈ സമയത്ത് പുറത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുന്ന എലിക്കൂട്ടമാണെങ്കിൽ അല്ല ഇനി നമുക്ക് ആരെയും രക്ഷിക്കാനോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഇവര് പുറത്തേക്ക് ഓടി വന്നുകൊണ്ടിരിക്കുമ്പോ മൗറിസ് ആണെങ്കിൽ നമ്മളുണ്ടല്ലോ എതിർത്ത് നിൽക്കാൻ പോകുന്നത് റാറ്റ് കിങ്ങിനെയാണ്. നമ്മൾ ഒരിക്കലും അവന്റെ കൂട്ടത്തിൽ പോയി പെടരുത്. നിങ്ങൾക്ക് അതൊക്കെ ഓർമ്മ വേണം. ഞാൻ നിങ്ങളോട് നുണ പറഞ്ഞു എന്നത് ശരിയാണ്. പക്ഷെ നമുക്ക് ഇപ്പോഴും മനുഷ്യന്മാരും നമ്മളും ചേർന്ന് ഒന്നിച്ചുള്ള ലോകം കെട്ടിപ്പടുക്കാൻ സാധിക്കും. അങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മുടെ മൗറിസിന്റെ കൂടെ ഇവര് പട്ടണത്തിന്റെ വെളിയിലേക്ക് എത്തിയപ്പോഴാണ് ഇവരെ കാത്തുകൊണ്ട് റാറ്റ് കിങ് ആയിട്ടുള്ള ആ ബോസ്മാൻ അവിടെ ഉണ്ടായിരുന്നു. അയാൾ ഒരു ശബ്ദമുണ്ടാക്കിയപ്പോഴേക്ക് അവിടെ നിന്നും ഇവിടെ നിന്നും ഒരുപാട് റാറ്റുകൾ അയാളുടെ ദേഹത്ത് വന്ന് അള്ളിപ്പിടിച്ച് പിന്നെയും ഈ റാറ്റ് കിങ്ങിനെ വലുതാക്കി. മോറിസ് ആണെങ്കിൽ കാട്ടിലേക്ക് പോയിട്ട് പെട്ടെന്ന് നമ്മുടെ മലീസിയോടും കീത്തിനോടും അല്ല നിങ്ങളെ വിളിക്കാനാണ് ഞാൻ വന്നത്, ആ പൈപ്പുമായിട്ട് പെട്ടെന്ന് അങ്ങോട്ട് വന്നേ, ഇല്ലെങ്കിൽ ആ റാറ്റ് കിങ്ങിന്റെ കയ്യിൽ നമ്മുടെ ആളുകളൊക്കെ പിടിയിലാകുമെന്ന് പറയുകയാണ്. ശരിക്കും ഈ റാറ്റ് കിങ്ങിന് ആവശ്യമുള്ളത് ഡേഞ്ചറസ് ബീൻസിനെയാണ്. കാരണം എലികളുടെ കൂട്ടത്തിൽ തന്നെ ഒരു സന്യാസി എന്നൊക്കെ പറയാൻ പറ്റുന്ന എലിയാണ് ഡേഞ്ചറസ് ബീൻസ്. എന്നാൽ അവനാണെങ്കിൽ ഇല്ല ഞാൻ അവിടേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോഴേക്ക് അവിടെ എത്തിയ മലീസ, ഏയ് റാറ്റ് കിങ്, നിങ്ങളുടെ എലികളെയൊക്കെ അവിടെ നിന്ന് പറഞ്ഞയക്കാനായിട്ട് ഞങ്ങളുടെ കയ്യിൽ പൈപ്പർ ഉണ്ടെന്ന് പറയുകയാണ്. കീത്ത് പക്ഷെ ആ പൈപ്പ് വായിച്ചിട്ടും ഒരു കാര്യം ഉണ്ടായിരുന്നില്ല. ഈ റാറ്റ് കിങ് അവനെ പിടിച്ച് ഒരൊറ്റയേറായിരുന്നു. എന്നിട്ട് ഡേഞ്ചറസ് ബീൻസിന് അടുത്തേക്ക് വന്നു. നീ കൂടെ എന്റെ ഉള്ളിലുണ്ടെങ്കിൽ ഈ ലോകം നമുക്ക് പെട്ടെന്ന് തന്നെ കൈപ്പിടിയിൽ ഒതുക്കാമെന്ന് റാറ്റ് കിങ് പറയുകയാണ്. എന്നാൽ ഇത് കേട്ട ഡേഞ്ചറസ് ബീൻസ് ആണെങ്കിൽ നീ എങ്ങനെ എന്തൊക്കെ ചെയ്തിട്ടും കാര്യമില്ല, ഞാൻ നിന്നിലേക്ക് വരില്ല എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. എന്നാൽ പോരാടാൻ തയ്യാറായിക്കോ എന്ന് റാറ്റ് കിങ് പിന്നെയും ഡേഞ്ചറസ് ബീൻസിനോട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴേക്ക് അവിടെ എത്തിയ കീത്ത് പിന്നെയും പി വായിക്കാൻ തുടങ്ങി. അതും കാര്യത്തിൽ കൊണ്ടില്ല. ഈ സമയത്ത് നമ്മുടെ മെലീസയാണെങ്കിൽ കീത്തിനോട് ഇങ്ങനെയാണ് കഥകളിലൊക്കെ നടക്കാറുള്ളത്, ക്ലൈമാക്സ് ആണിത്, അപ്പൊ നീ നിന്റെ കഴിവ് പുറത്തെടുക്കൂ എന്ന് പറയുന്നു. ഡേഞ്ചറസ് ബീൻസിനെ ആണെങ്കിൽ ഈ റാറ്റ് കിങ് കയ്യിലെടുത്ത നീ എന്റെ കൂടെ ചേരുന്നില്ലെങ്കിൽ ഈ ലോകത്ത് നീ ജീവിച്ചിരിക്കണ്ട എന്ന് പറയുന്നു. കറക്റ്റ് സമയത്ത് കീത്ത് വന്ന് അവിടെ പി വായിച്ചതും ഈ റാറ്റ് കിങ്ങിന്റെ ദേഹത്തുള്ള എല്ലാ എലികളും ഇറങ്ങി ഓടി പോവുകയാണ് ചെയ്യുന്നത്. പക്ഷെ ഒരു 9 കൂട്ടം എലികൾ മാത്രം അവിടെ നിൽക്കുന്നു. ഇതാണ് റാറ്റ് കിങ്ങിന്റെ ആത്മാവെന്ന് പറയുന്നത്. ഈ ലോകത്തെ മനുഷ്യന്മാരെ മുഴുവനായിട്ട് അവരുടെ പിടിയിൽ ഒതുക്കാൻ പോകുന്ന ശക്തി ഉണ്ടായിരുന്നു അതിന്. അവര് പിന്നെയും ഡേഞ്ചറസ് ബീൻസിനെ കൂട്ടത്തിലേക്ക് ക്ഷണിച്ചു. വരില്ല എന്ന് കണ്ടിട്ട് അവരാണെങ്കിൽ ഡേഞ്ചറസ് ബീൻസിന്റെ കഥ കഴിക്കുകയാണ്. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിന്ന മോറിസ്, ഞാനൊരു പൂച്ചയാണെന്ന് നിങ്ങൾ മറക്കരുത്, നിങ്ങൾ എലികളാണ്, വെറും എലികൾ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ആത്മാവിന്റെ നേരെ ചാടി അത് കടിക്കുകയാണ്. പക്ഷെ അപ്പോഴുണ്ടായ ആഘാതത്തിൽ നമ്മുടെ മോറിസിനും നല്ല രീതിയിൽ പരിക്ക് പറ്റുന്നുണ്ട്. എന്നാലും ആ വേദനയ്ക്ക് നടുവിലും നമ്മുടെ മോറിസ് ഡേഞ്ചറസ് ബീൻസിന്റെ ഈ ശരീരം കൊണ്ടുവന്ന് ഇവരുടെ കൂട്ടരുടെ അടുത്ത് കൊടുക്കുകയാണ്. പക്ഷെ ഡേഞ്ചറസ് ബീൻസിനെ എത്ര വിളിച്ചിട്ടും അവൻ എഴുന്നേൽക്കുന്നില്ല. നമ്മുടെ മോറിസും പതിയെ മയങ്ങാനായിട്ട് ആരംഭിച്ചു. അവന്റെ മയക്കത്തിൽ അവൻ കണ്ടു കാലൻ സാറ് അവിടേക്ക് വന്നിരിക്കുന്നത്. കാലൻ സാറ് വന്നിരിക്കുന്നത് ഡേഞ്ചറസ് ബീൻസിനെ ഇവിടെ നിന്ന് കൊണ്ടുപോകാനാണ്. ഇത് കണ്ടുകൊണ്ട് നിന്ന മോറിസ് പറഞ്ഞു, ഏയ് കാലൻ സാറേ, എനിക്ക് ശരിക്ക് അതായത് പൂച്ചകൾക്ക് 8 ജന്മമില്ലേ, അതിൽ ഞാൻ 6 എണ്ണമല്ലേ ഉപയോഗിച്ചുള്ളൂ, ഇനിയും 2 എണ്ണം ബാക്കിയുണ്ട്. അതിലൊന്ന് ഇപ്പോൾ ഡേഞ്ചറസ് ബീൻസിന് കൊടുക്കാനായിട്ട് ഞാൻ ആഗ്രഹിക്കുകയാണ്. അവനൊരിക്കലും ഈ ലോകം വിട്ടു പോവരുത്. ഇത് കേട്ട് കാലൻ സാറ് അവർക്ക് 2 പേർക്കും ആ ജീവിതം കൊടുക്കുകയാണ്. ഇപ്പൊ നമ്മുടെ ഡേഞ്ചറസ് ബീൻസ് എഴുന്നേറ്റപ്പോ എല്ലാവരും തന്നെ മോറിസിനോടാണ് പോയിട്ട് നന്ദിയൊക്കെ പറയുന്നത്. കറക്റ്റ് സമയത്ത് നമ്മുടെ കീത്താണെങ്കിൽ മെലീസയ്ക്ക് ഒരു കിസ് കൊടുത്ത് ഫെയറി ടെയിൽസിലൊക്കെ ഇങ്ങനെ നടക്കില്ലേ എന്ന് ചോദിക്കുമ്പോൾ ഇങ്ങനെയല്ല അങ്ങനെയൊന്നും പറഞ്ഞ് മെലീസ തിരിച്ചും കിസ് കൊടുക്കുവാണ്. മൗറിസ് ആണെങ്കിൽ ഇപ്പൊ ശരിക്കും ഞാൻ തന്നെയായി ഹീറോ എന്ന് പറയുന്നു. ഈ സമയത്ത് ആ പുസ്തകത്തിലെ കാര്യം നോക്കുകയാണെങ്കിലോ റുപ്പർട്ട് എന്ന എലിക്കുഞ്ഞനാണ് മിസ്റ്റർ ബൺസി എന്ന ആ മുയലച്ചനെ ആ കാട്ടിൽ നിന്ന് രക്ഷിച്ചുകൊണ്ട് പുറത്തേക്ക് വന്നതെന്ന് പറയുന്നു. ഇപ്പോ ഇവരുടെയൊക്കെ ഈ പ്രയത്നത്തിന്റെ ഫലമായിട്ട് ഈ പട്ടണത്തിൽ എലികൾക്കായിട്ട് ഒരു ചെറിയ നഗരം തന്നെ ഇവർ ഉണ്ടാക്കി കൊടുത്തിട്ടുണ്ട്. മനുഷ്യന്മാരും എലികളും എല്ലാം ചേർന്ന് ഒന്നിച്ച് ജീവിക്കുന്ന നല്ല മനോഹരമായിട്ടുള്ള ഒരു സ്ഥലം, അതാണ് ഇന്നത്തെ ആ പട്ടണം എന്ന് പറയുന്നത്. അപ്പോ ഈ കഥ ഞാനാണ് എഴുതി ദ അമേസിംഗ് മോറിസ് എന്ന് പറഞ്ഞ് നമ്മുടെ മോറിസ് ഒരു പുസ്തകം അടച്ചു വെക്കുന്നത് കാണിച്ചുകൊണ്ടാണ് ദ അമേസിംഗ് മോറിസ് എന്ന 2022 റിലീസായ ഈ സിനിമ അവസാനിക്കുന്നത്. ഇതൊരു ആനിമേഷൻ മൂവിയാണ്. എന്നാലും നല്ല അടിപൊളി സ്റ്റോറി പ്ലോട്ടാണ് ഇതിനുള്ളത് കേട്ടോ. ഇതിന്റെ ടൈം ഡ്യൂറേഷൻ വന്നിട്ട് ഏകദേശം 1.5 മണിക്കൂറോളം സമയമാണ് ഇതിന്റെ റണ്ണിങ് ടൈം. നല്ലൊരു സ്റ്റോറിയാണ്. കുട്ടികളായാലും മുതിർന്നവരായി കഴിഞ്ഞാലും നല്ല അടിപൊളിയായിട്ട് കേട്ടിരിക്കാൻ പറ്റുന്ന, എന്ന് വെച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു എലമെന്റും ഇതിലില്ല. ഒക്കെ തന്നെ പക്ക സിമ്പിൾ ആയിട്ട് അവതരിപ്പിച്ച് വെച്ചിരിക്കുന്നതാണ്.
പിന്നെ ചെറുതായിട്ടൊരു കൺഫ്യൂഷൻ വരിക, ഇതിനിടയിൽ അവര് ആ ഒരു പുസ്തകത്തിലെ കഥ പറയുന്നുണ്ട്. അതായത് അത് മറ്റൊന്നല്ല പറയുന്നത്, നമ്മുടെ മലീസ നന്നായിട്ട് പുസ്തകം വായിക്കുന്ന ഒരു കുട്ടിയാണ്. അപ്പൊ അവൾ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെ പുസ്തകങ്ങളിൽ വായിച്ചിട്ടുള്ള കഥകളിലൂടെയാണ് അവൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നത്. അപ്പം ആ പുസ്തകം ഇവൾക്ക് ഈ ഒരു സ്റ്റോറി ആയിട്ട് റിലേറ്റഡ് ആയി എന്ന് തോന്നുന്നത് മിസ്റ്റർ ബൺസിയുടെ അഡ്വെഞ്ചേഴ്സ് എന്ന് പറയുന്ന ഒരു പുസ്തകമാണ്. അപ്പൊ ആ പുസ്തകത്തിൽ നടക്കുന്ന അതേ കഥാസന്ദർഭങ്ങൾ വീണ്ടും അവളുടെ ജീവിതത്തിലേക്ക് വരുമ്പോൾ അവൾ അതുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് ഈ ഒരു കഥ പറയുന്നുണ്ട്. അതാണ് നമുക്ക് ചെറിയൊരു കൺഫ്യൂഷൻ വരിക. ബാക്കിയൊക്കെ തന്നെ പക്ക ക്ലിയർ ആയിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടായിരിക്കും. പിന്നെ റാറ്റ് കിങ് എന്ന് പറയുന്നത് ഒരു അടിപൊളി കണ്ടന്റ് ആണല്ലേ. നമ്മളൊട്ടും തന്നെ കേട്ടുകേൾവിയൊന്നുമില്ല. ഇപ്പോ എലികളും നമ്മുടെ വീട്ടിലും കാണും, അവ നമ്മളെ ഒരുപാട് ഉപദ്രവിക്കുന്നൊക്കെ ഉണ്ടായിരിക്കും. ശാരീരികമായിട്ടല്ല, നമ്മളെ മറ്റും ശല്യം ചെയ്യുന്നൊക്കെ ഉണ്ടായിരിക്കും. എന്നാൽ ഈ എലികൾക്ക് മനുഷ്യന്മാരുടെ മേലെ ആധിപത്യം സ്ഥാപിക്കാനാണ് അവരിതൊക്കെ ചെയ്യുന്നതെന്ന്, അത് ശരിക്കും ഒരു വെറൈറ്റി ആയിട്ടുള്ള കണ്ടന്റ് ആണ്. അതിനുവേണ്ടി ഈ മനുഷ്യന്മാരെ കീഴ്പ്പെടുത്താനായിട്ട് എലികള് അവരുടെ ശക്തി ഉപയോഗിച്ചിട്ട് ഒരു ഭയങ്കരമായ ശക്തി ഉണ്ടാക്കിയിരിക്കുകയാണ്. അതാണ് റാറ്റ് കിങ്. അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് നമ്മൾ ഇതിനു മുൻപ് കേട്ടിട്ടില്ല, എന്നാലും നല്ല വെറൈറ്റി ആയിട്ട് തോന്നി. അപ്പൊ കൂട്ടുകാർക്ക് ഈ ഒരു മൂവി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയോ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ കാണുന്നതോ ആയിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യാട്ടോ. എന്നാൽ മാത്രമേ നമ്മളിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. സോ വീഡിയോയെ കുറിച്ചുള്ള അഭിപ്രായങ്ങളും നിങ്ങളുടെ നിർദ്ദേശങ്ങളും കഥയ്ക്കിടയിൽ നിങ്ങൾക്ക് മനസ്സിലാവാതെ പോയ ഭാഗങ്ങളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ കമന്റ്സിലൂടെ നമ്മളോട് പറയാവുന്നതാണ്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വെയിറ്റ് ചെയ്യാം. അതുവരേക്കും ബൈ.